എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധം അധ്യായം 55 ശ്ലോകം 21, 22, 23, 24, 25, 26, 27, 28, 29, 30 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. പ്രദ്യുമ്നനും ശംബരാസുരനും കൂടിയിട്ടുള്ള അതിഭയങ്കരമായ യുദ്ധത്തിന്റെ വർണ്ണന. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. സ ച മായാം സമാശ്രിത്യ ദൈതേയം മയദർശിതാം മുമുജേ അസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോസുര. ഉടനെ ശംബരാസുരൻ ആ മയം പഠിപ്പിച്ച മായകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ശംബരാസുരന്. ആ മായ കൊണ്ട് ആകാശത്തിൽ അങ്ങോട്ട് പ്രവേശിച്ച് ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നനില് അങ്ങോട്ട് അസ്ത്രങ്ങള് ശരവർഷം പോലെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ബാധ്യമാനോസ്ത്രവർഷേണ രൗക്മിണേയോ മഹാരഥ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. അങ്ങനെ ശരവർഷം കൊണ്ട് പ്രദ്യുമ്നന്റെ ശരീരത്തിൽ മുഴുവൻ അങ്ങനെ ശരങ്ങൾ അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങി. അപ്പോ പ്രദ്യുമ്നൻ സകലമായ വിദ്യകളെയും നശിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ളതും സത്വഗുണപ്രധാനവുമായ മഹാവിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചു. മായാവതി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ വിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചു. തതോ ഗൗഹ്യകഗാം ധർവ പൈശാചോരഗരാക്ഷസീ പ്രായുങ്ക്ത ശതശോ ദൈത്യ കാർഷ്ണിവ്യഥമയൽ സദാഹ. ശംബരം പിന്നെയും അനേകം മായാവിദ്യകള് പ്രയോഗിച്ചു പ്രദ്യുമ്നന്റെ നേരെ. അതെല്ലാം പ്രദ്യുമ്നൻ സംഹരിച്ചു. പ്രദ്യുമ്നന് ഒരു കൂസലുണ്ടായില്ല. ശംബരനേക്കാളും മായാവിദ്യ പഠിച്ചിട്ടുണ്ടല്ലോ പ്രദ്യുമ്നൻ. നിശാതം അസിമുദ്യമ്യ സ കിരീടം സകുണ്ടലം ശംബരസ്യ ശിരക്കായാൽ താമ്രശ്മശ്രു ഓജസാഹരൽ. ഉടനെ പ്രദ്യുമ്നൻ ഏറ്റവും മൂർച്ചയുള്ള വാൾ ഉയർത്തിപ്പിടിച്ച് കിരീടകുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ചെമ്പിച്ച രോമങ്ങളോടുകൂടിയതുമായ ആ ശംബരന്റെ ശിരസ്സിനെ അങ്ങോട്ട് മുറിച്ച് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അങ്ങോട്ട് ഇട്ടു. ആകീര്യമാണോതി വിജയീ സ്തുവദ്ഭി കുസുമോൽക്കരൈ ഭാര്യായ അംബരചാരിണ്യ പുരം നീതോ വിഹായസ. ദേവന്മാര് സന്തോഷ സൂചകമായിട്ട് പ്രദ്യുമ്നന്റെ മീതെ പുഷ്പവർഷം ചെയ്തു. സന്തോഷായി. അത് ഭീകരനാണ് ഈ ശംബരാസുരൻ. അതിന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു അവര്. അപ്പോഴതാ മായാവതിക്കും വളരെ സന്തോഷായി. മായാവതി എന്ന നാമധേയം ധരിച്ചിരിക്കുന്ന രതി, ആ രതിദേവി ഉടനെ തന്നെ പ്രദ്യുമ്നനെയും കൊണ്ട് ആകാശത്തിൽ കൂടി സഞ്ചരിച്ച് ദ്വാരകാ രാജധാനിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശ പത്ന്യാഗനാൽ വിദ്യുദേവ ബലാഹക. കാർമേഘം പോലെ കറുത്ത നിറത്തോടും ആകാശത്ത് നിന്ന് മിന്നൽ പിണരോടുകൂടി നീലമേഘം എന്ന പോലെ ആ ഭാര്യയോടുകൂടി അനേക സ്ത്രീകളോടുകൂടിയ ആ ശ്രേഷ്ഠമായ അന്തഃപുരത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു പ്രദ്യുമ്നൻ. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലംകൃതമുഖാംഭോജം നീലവക്രാളകാളിഭിഃ കൃഷ്ണം മത്വാ സ്ത്രിയോ പ്രീത നിരില്ലു തത്ര തത്ര. കാർമേഘം പോലെ കറുത്ത നിറത്തോടു കൂടിയും ആ നീലമേഘവർണ്ണനാണ് ഭഗവാന്. ശ്രീകൃഷ്ണനെ പോലെ തന്നെ മഞ്ഞപ്പട്ട് ധരിച്ച് നീണ്ട കൈകളോടുകൂടിയും ചെറുതായിട്ടിങ്ങനെ ചുവന്ന ആ നേത്രങ്ങളോടും
മന്ദഹാസാഞ്ചിതമായ മുഖത്തോടും കറുത്തു ചുരുണ്ടിരിക്കുന്ന കുറുനിരകളാകുന്ന വണ്ടുകളാൽ താമരപ്പൂ എന്ന പോലെ അലങ്കരിക്കപ്പെട്ട മുഖപങ്കജത്തോടും കൂടിയ പ്രദ്യുമ്നൻ അങ്ങനെ വരണത് കണ്ടു സ്ത്രീകളെല്ലാവരും. അവിടെയുള്ള സ്ത്രീകളെല്ലാവരും വിചാരിച്ചു ശ്രീകൃഷ്ണ ഭഗവാനാണ് വരണേന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നാണിച്ച് അവിടെ ചെന്ന് വിളിച്ചു എന്നാ പറയണത്. ഭഗവാൻ തന്നെയാ വരണേന്ന് അങ്ങനെ വിചാരിച്ചു അകലേന്ന് കണ്ടപ്പോ. അവധാര്യ ശനൈരീശൽ വൈലക്ഷണ്യേന യോഷിത ഉപജഗ്മു പ്രമുദിതാ സസ്ത്രീരത്നം സുവിസ്മിതാ. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് അല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ അല്ല എന്ന് പതുക്കെ അവര് മനസ്സിലായി. ഒളികെട്ടിട്ട് നോക്കിയപ്പോ ഉടനെ അവര് വേഗം അടുത്ത് ചെന്നു. സ്ത്രീകളിൽ വെച്ച് ലോകോത്തര സുന്ദരിയായിരിക്കുന്ന ആ രതിയോടുകൂടിയ ആ പ്രദ്യുമ്നെ കണ്ടപ്പോ അവർക്ക് ഏറ്റവും സന്തോഷായി. എന്തൊരു ചേർച്ച രണ്ടാളും കൂടിയിട്ട്. ഇത്ര സുന്ദരനായിട്ടുള്ള പ്രദ്യുമ്നെ ഈ സുന്ദരിയായിട്ടുള്ള ഈ സ്ത്രീ തന്നെയാണ് ചേർച്ച എന്ന് വിചാരിച്ചവർക്കൊക്കെ സന്തോഷായി. അഥ തത്രാസിതാവാംഗീ വൈദർഭീ വൽഗുഭാഷിണി അസ്മരൽ സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധര. ആ സുന്ദരനെ അങ്ങോട്ട് കണ്ടപ്പോ ഏറ്റവും പരമസുന്ദരിയും മനോഹര ഭാഷണിയുമായ രുക്മിണിയുടെ സ്ഥലങ്ങളിലെ സ്നേഹാധിക്യ നിമിത്തം പാല് ചൊരുന്നൊഴുകി. മക്കളെ കണ്ടാലല്ലേ പാല് ചൊരുന്നൊഴുക, മക്കളെ വിചാരിക്കുമ്പോ തന്നെ അതുപോലെ പാലങ്ങോട്ട് ചൊരുന്നൊഴുകാൻ തുടങ്ങിയെന്നാ പറഞ്ഞ രുക്മിണിയുടെ സ്ഥലത്തില്. ഇപ്പോഴാണ് രുക്മിണിക്ക് ഇത് തന്റെ കാണാതായ പുത്രനാണോ എന്നിങ്ങനെ മനസ്സിൽ തോന്നി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.